ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പ്രമുഖർ അടങ്ങുന്നതാകും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, എപ്പോഴാകും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക? ഏതായാലും നിലവിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുൾപ്പെടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണം രാജ്യത്ത് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് രണ്ടാം ഘട്ട പട്ടിക കൂടി പുറത്തിറക്കുന്നത്. വിശദാംശങ്ങൾ. രാജീവ്, ഇന്ന് തന്നെ ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് ഇറക്കുമെന്നാണ് ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപരേഖ നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇത് പുറത്തിറക്കുവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ബി.ജെ.പി ഇനിയും 4 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. എറണാകുളം, അതോടൊപ്പം തന്നെ കൊല്ലം, വയനാട്, ഒപ്പം ആലത്തൂർ. ഇതുകൂടാതെ BDJSന്റെ 2 മണ്ഡലങ്ങൾ, ഒന്ന് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുന്ന കോട്ടയം, അതോടൊപ്പം തന്നെ ഇടുക്കി. ഈ 2 മണ്ഡലങ്ങളിൽ കൂടി BDJSും സ്ഥാനാർത്ഥികളെ നിർത്തണം. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനത്തിനൊപ്പം BDJSന്റെ ഈ ശേഷിക്കുന്ന ഇടുക്കി, അതോടൊപ്പം തന്നെ കോട്ടയം മണ്ഡലങ്ങളുടെ പേരുകൾ കൂടി, അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പേരും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഡൽഹിയിലാണ് BDJSന്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 195 സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടങ്ങുന്നതായിരുന്നു. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാരണാസിയിൽ പ്രധാനമന്ത്രി വീണ്ടും ജനവിധി തേടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. സ്മൃതി ഇറാനി കോൺഗ്രസിന്റെ പഴയ ശക്തി കേന്ദ്രമായ അമേഠിയിൽ, സ്മൃതി ഇറാനി 2019 അവിടെ തിളക്കമാർന്ന വിജയമാണ് നേടിയത്. വീണ്ടും രാഹുലിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്മൃതി ഇറാനിയെ തന്നെ അവിടെ വീണ്ടും മത്സരിപ്പിക്കുന്നു. അങ്ങനെ ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കൾ എല്ലാം, പ്രമുഖരിൽ പലരുടെയും പേരുകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിലെ ഒരു സീറ്റുകൾ പോലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നില്ല. 48 ലോക്സഭാ മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത്. അതിനാൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ പേരുകൾ അടങ്ങുന്നതാകും ഒരുപക്ഷെ രണ്ടാം ഘട്ട പട്ടിക. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഒപ്പം കേരളത്തിലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളും ഒക്കെ അടങ്ങുന്ന ലിസ്റ്റാകും ഇന്ന് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം പുറത്തിറക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജീവ്. ഗൗതം, പ്രധാനമായും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് രാജ്യത്ത് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലേക്കുൾപ്പെടെ അദ്ദേഹം എത്തുകയാണ്. 15-ന് പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം എത്തുന്നു. അതിനുശേഷം 19-ന് പാലക്കാട് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചാരണത്തിനായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി.ജെ.പി ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. രാജീവ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മോദി സർക്കാരിന്റെ 3ാം ഊഴത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. 2014-ലും 19-ലും തിളക്കമാർന്ന വിജയം നേടിയിരുന്നു. അതിനാൽ ഈ 3ാം ഊഴം എന്നത് വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് രാജ്യത്തെ നീക്കുക എന്നതാണ് ബി.ജെ.പിയുടെയും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും ലക്ഷ്യം. അതിനാൽ 3ാം തവണ അധികാരത്തിലെത്തുമ്പോൾ അതൊരു മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വരിക എന്ന ലക്ഷ്യം ബി.ജെ.പിക്കുണ്ട്. 2014-ൽ നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിനെ 2014-ൽ നേരിടുമ്പോൾ തന്നെ ബി.ജെ.പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നത്. 1984-ലാണ് ഏറ്റവും അവസാനമായി ലോക്സഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു സിംഗിൾ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം എന്ന 272 എന്ന നമ്പറിന് മുകളിലേക്കുള്ള സീറ്റുകൾ ഏറ്റവും ഒടുവിൽ 2014-ന് മുൻപ്, അതായത് ഏതാണ്ട് 3 പതിറ്റാണ്ടിന് മുൻപ് 1984-ൽ, അതും ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തിൽ കോൺഗ്രസിന് അന്ന് 404 സീറ്റുകൾ ലഭിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് 2014 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് ഏതാണ്ട് 3 പതിറ്റാണ്ട് കടന്നു പോകുമ്പോൾ അതിനിടയിൽ ഒരിക്കലും ഒരു പാർട്ടിക്കും ദേശീയ തലത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. എന്നാൽ 2014-ൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 282 എന്ന ഒരു വലിയ നമ്പറുമായി ദേശീയ രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ നിന്നും നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് എത്തിയത് എന്നത് നമുക്കറിയാം. പിന്നീട് 2019 ആകുമ്പോൾ ബി.ജെ.പി വീണ്ടും നമ്പർ ഉയർത്തുകയാണ്. അത് 303-ലേക്ക് എത്തുന്നു. 2014-ൽ 282 ആയിരുന്നുവെങ്കിൽ 2019-ൽ എത്തുമ്പോഴേക്കും അത് 300 കടന്ന് 303 എന്നൊരു നമ്പറിലേക്ക് എത്തുകയാണ്. 2024-ന്റെ പ്രത്യേകത, കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, കഴിഞ്ഞ 10 വർഷക്കാലം ബി.ജെ.പി ഭാരതത്തിന്റെ ദേശീയ നിലപാടുകൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അതിനെയെല്ലാം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് രാമക്ഷേത്രവും CAA-യും ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങൾ ഒരു ഭാഗത്തും, മറുഭാഗത്ത് വികസന നേട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലോകത്തിലെ തന്നെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക
സാമ്പത്തിക ശക്തി എന്ന നിലയിൽ പോലും ഭാരതം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് BJP ഒരുങ്ങുന്നത്. സ്വാഭാവികമായും 400+ എന്ന വലിയൊരു നമ്പർ BJPയും NDAയും ലക്ഷ്യമിടുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി തന്നെ ലോക്സഭയിൽ അവസാനം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് BJPയും NDAയും 400 കടക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പാകും വരാൻ പോകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ സീറ്റുകൾ ലഭിക്കാത്ത സംസ്ഥാനങ്ങൾ, അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കുറച്ചുകൂടി മികച്ച പ്രകടനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നു. ഇതിന്റെ ഭാഗമായാണ് അടിക്കടി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ 15-ാം തീയതി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പ്രചരണത്തിനായി എത്തുന്നുണ്ട്. അതിനുശേഷം 19-ാം തീയതി അദ്ദേഹം പാലക്കാട് C. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനായി ഇറങ്ങുന്നു. അങ്ങനെ കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് 400-ന് മുകളിൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും NDAയ്ക്കും ഉള്ളത്. രാജു. യെസ്, BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.